വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസണാണ് ലെസൺ 17. സഹനം ക്രിസ്തീയ ജീവിതത്തിൽ. സഹനം ക്രിസ്തീയ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദൈവം സർവശക്തൻ. ദൈവം സർവശക്തനല്ലേ? ദൈവം സർവനന്മ സ്വരൂപി. സർവനന്മ സ്വരൂപിയല്ലേ? പിന്നെന്തിനാ സഹനം? പിന്നെന്തിനാ നമ്മൾ കഷ്ടപ്പെടുന്നത്? ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിരീശ്വരവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ തിരിച്ച് ചിന്തിച്ചാലോ? ലോകരക്ഷകനായ യേശു മനുഷ്യനായി താഴോട്ടിറങ്ങി വന്നു. സഹനമാണോ? അല്ലേ? രാജാവ് ഒരു ഭിക്ഷക്കാരനായി മാറുന്നത് പോലെ താഴോട്ടിറങ്ങി വരുന്നത് സഹനമല്ലേ? സഹനമാണ്. അത് കഴിഞ്ഞ് കുറ്റാരോപണമേറ്റു, ഭ്രാന്തനെന്ന് വിളിക്കപ്പെട്ടു, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു, ഇവനെ ക്രൂശിക്കാമെന്ന് എല്ലാവരും പറഞ്ഞു, ചമ്മട്ടി അടിച്ചു, കുരിശ് ചുമന്നു, കയ്യിലും കാലിലും ആണി തറച്ചു, കുരിശിൽ മരിച്ച് സഹനത്തിലൂടാണ് നമ്മളെ എന്ത് ചെയ്തത്? രക്ഷിച്ചത്. സഹനത്തിലൂടാണ് രക്ഷിച്ചത്. അപ്പം ക്രൈസ്തവ ദൈവശാസ്ത്രം വളരെ പ്രത്യേകതയുള്ളതാണ്. എന്താണ് നമ്മുടെ ദൈവശാസ്ത്രത്തിൻ്റെ പ്രത്യേകത? എന്തുവാ? സഹനത്തിലൂടെയുള്ള വിശുദ്ധീകരണത്തിലൂടെ ദൈവത്തിലോട്ട് നമ്മൾ നടന്നു പോകുന്നതാണ് ക്രൈസ്തവ ദൈവശാസ്ത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാ? യേശു തന്നെ. ഇനി നമ്മുടെ യേശു കഴിഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാ? യേശു കഴിഞ്ഞാൽ ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാ? മേരി. മേരിയുടെ ജീവിതം എങ്ങനെയാ? സഹനമാണോ? തുടക്കം മുതൽ ഒടുക്കം വരെ എന്തോ ഉണ്ട്? സഹനമുണ്ട്. ഇനി യേശുവും മറിയവും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാ? 12 അപ്പോസ്തലന്മാർ. എങ്ങനെയുണ്ട് 12 അപ്പോസ്തലന്മാർ? 12 പേർക്കും എന്തായിരുന്നു? സഹനമായിരുന്നു. 11 പേരെയും കൊന്നു. രക്തസാക്ഷികളാണ്. ഒരാൾ മാത്രമേ നോർമലായിട്ട് മരിച്ചുള്ളൂ. ആര്? യോഹന്നാൻ. ഈ യോഹന്നാനും എനിക്ക് തോന്നുന്നു ഭയങ്കര സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. തിളച്ച എണ്ണയ്ക്കകത്തൊക്കെ യോഹന്നാനെ ഇടുക, അങ്ങനെയൊക്കെയുള്ള വലിയ പീഡനം. ഇനി പത്മോസ് ദ്വീപിൽ തടവിൽ എന്ത് ചെയ്തു? പാർപ്പിച്ചു. ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആര്? 12 അപ്പോസ്തലന്മാരും. അപ്പോൾ അവരുടെയും ജീവിതം എന്ത് തന്നെയാണ്? സഹനം തന്നെയാണ്. അവരുടെയും ജീവിതം സഹനം തന്നെയാണ്. അപ്പം ക്രൈസ്തവ ജീവിതത്തിലെ സഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്താണെന്നാണ് നമ്മൾ പാഠം 17 പഠിക്കുന്നത്. അപ്പം വേദനകളിലൂടെ സ്ഫുടം ചെയ്യപ്പെട്ട് നമ്മൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സഹനങ്ങളിലൂടെ സ്വർണം തീയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു. അതുപോലെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ എന്തിലും? സഹനത്തിലൂടെ. സ്വർണം തീയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു. അതുപോലെ എന്താണ്? കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിലൂടെ. ഇങ്ങനെ 2 തരം സഹനമുണ്ട് കേട്ടോ. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിലൂടെ ലെഫ്റ്റ് സൈഡിലൂടെ വണ്ടി ഓടിക്കുന്നതിന് വരെ നിയമം തെറ്റിച്ച് റൈറ്റ് സൈഡിലൂടെ ഓടിച്ച് ആക്സിഡൻറ്റ് വെച്ച് ആശുപത്രി കിടക്കുക. ഈ സഹനത്തെല്ലാം കാരണം ആരാ? ദൈവമോ? ആണോ അല്ലേ? അല്ല. നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ ഓടിക്കേണ്ട വണ്ടി എങ്ങോട്ട് ഓടിച്ചു? റൈറ്റ് സൈഡിലൂടെ ഓടിച്ചു. ഇപ്പം നമ്മളാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഇറച്ചി, ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചേ കഴിക്കാവൂ. പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെയാണ് കൂടുതൽ കഴിക്കേണ്ടത്. ഒരാൾ 24 മണിക്കൂർ ഇരുന്ന് ഇറച്ചി കഴിച്ച് അവസാനം കൊളസ്ട്രോളും അതും ഇതുമൊക്കെ ആയി ഭീകരമായ സഹനത്തിലൂടെ കടന്നു പോവുക. ഈ സഹനത്തിൻ്റെ കാരണം ആരാ? ദൈവമാണോ? അല്ല, നമ്മുടെ ഇൻഡിസിപ്ലിൻ അല്ലേ. ഇത് പലതരം സഹനങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇൻഡിസിപ്ലിനകത്തൂടെ വരുന്ന സഹനമുണ്ട്. അതിൻ്റെ സൃഷ്ടാക്കൾ ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. എന്നാൽ രക്ഷാകരമായ സഹനമുണ്ട്. ഒരു വൈദികൻ ഏറ്റെടുക്കുന്ന സഹനം. സാധാരണ ജീവിതമെല്ലാം വേണ്ടെന്ന് വെച്ച് യേശുവിന് വേണ്ടി ഇറങ്ങുക. സുഖമാണോ? രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോഫി കുടിക്കണം. അല്ലും ഉണ്ടോ കാപ്പിയിട്ട് കൊടുക്കാൻ? താൻ ഉണ്ടാക്കി എന്ത് ചെയ്യണം? കുടിക്കണം. വയ്യാതെ പനിയും ജലദോഷമൊക്കെ ആയിട്ട് കിടക്കുക. ആരെങ്കിലും ആവി ഉണ്ടാക്കി തരാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. തന്നെത്താനെ ആവി പിടിച്ച് തന്നെത്താനെ വയ്യാത്ത ആൾ തന്നെ ആവി എന്ത് ചെയ്യണം? കൊള്ളണം. അപ്പോൾ ആ സഹനം എന്ത് ചെയ്യുവാണ്? യേശുവിൻ്റെ പിന്നാലെ നടക്കുന്നതിന് വേണ്ടി ഒരു സഹനം എന്ത് ചെയ്യുക? ഏറ്റെടുക്കുക. യേശു ഒരു തെറ്റുപോലും എന്ത് ചെയ്തിട്ടില്ല. അപ്പം ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു എന്ത് ചെയ്യുക? ഈ പീഡാസഹനവും കുരിശുമരണവും ഒക്കെ ഏറ്റെടുക്കുക. മാക്മില്ലൻ കോൾബേ അപ്പം തടവിൽ ഇങ്ങനെ കിടന്നപ്പോൾ ഒരാളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുക. അയാൾ നിലവിളിച്ചു.
അപ്പം മാക്മില്യൻ കോൾബെ അച്ഛനാണ്. അച്ഛനും ജയിലിൽ തടവ് പുള്ളിയായിട്ട് കിടക്കുക. അപ്പം പുള്ളി എന്ന് പറഞ്ഞു, അയാൾ ആ ഡോക്ടർ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, എനിക്ക് ഭാര്യയും മക്കളും ഒന്നുമില്ല, അയാൾക്ക് പകരം എന്നെ അങ്ങ് കൊല്ലേ. അതാണ് ആര്? മാക്മില്യൻ കോൾബെ എന്ന് പറയുന്ന വിശുദ്ധനായ അച്ഛൻ. വിശുദ്ധ മാക്മില്യൻ കോൾബെ. ഈ സഹനങ്ങൾ എന്താണ്? രക്ഷാകരമായ സഹനം. യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ പാർട്ടാണെന്ത്? സഹനം. പലപ്പോഴും മനുഷ്യൻ്റെ പരിധിയില്ലാത്ത ആഗ്രഹങ്ങളാണ് ഈ ലോകത്തിലുള്ള സഹനത്തിന് കാരണം. പക്ഷേ രക്ഷാകരമായ സഹനമുണ്ട്. ദൈവത്തിന് വേണ്ടി സഹനം എന്ത് ചെയ്യുക? ഏറ്റെടുക്കുക. ദൈവത്തിന് വേണ്ടി സഹനം ഏറ്റെടുക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഞായറാഴ്ച രാവിലെ ഇപ്പോൾ ഇരുന്ന് ഗെയിം കളിച്ചുകൂടെ? നിങ്ങളിതാ സൺഡേ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇതിനകത്തൊരു സഹനമുണ്ട്. ഞായറാഴ്ച രാവിലെ എനിക്ക് വേറെ പണി എന്തെങ്കിലും ചെയ്തുകൂടെ? ഞാൻ വന്ന് നിങ്ങളെ പഠിപ്പിക്കുക. അതിനകത്ത് എന്തോ ഉണ്ട്? ഒരു സഹനമുണ്ട്, ഒരു ത്യാഗമുണ്ട്. ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റെടുക്കുക. പൈസ, ഈ നോയമ്പ് കാലത്ത് ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് നമ്മളെടുത്ത് പൈസ, മിച്ചം പിടിച്ച പൈസയെല്ലാം അവസാനം നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക്, ഭക്ഷണമില്ലാത്തവർക്ക് കൊണ്ട് കൊടുക്കുക. സഹനമുണ്ടോ അതിനകത്ത്? ഉണ്ട്. അപ്പം ഈ ഇറച്ചിയും മീനും ഒക്കെ വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ 50 ദിവസം ജീവിക്കുമ്പം നമ്മൾ മനസ്സിൻ്റെ കരുത്ത് നേടുക. എന്തുവാ നമ്മളെ മനസ്സിൻ്റെ കരുത്ത് നേടുന്നത്? ഇറച്ചിയോടും മീനോടും മാത്രമല്ല, തെറ്റായ സാധനങ്ങളോട് നോ പറയാൻ, പാപത്തോട് നോ പറയാനുള്ള ഒരു കരുത്തും വിൽപ്പവറും ഗ്രേസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നേടുന്നത്. എന്തിനോട് നോ പറയാൻ? പാപത്തോട് നോ പറയാനുള്ള ഒരു കരുത്തും എനർജിയും വിൽപ്പവറും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനകത്തൂടെ നേടുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൈസ്തവ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് എന്ത്? സഹനം. സഹനമില്ലാതെ എന്തില്ല? വിശുദ്ധീകരണമില്ല. സഹനമില്ലാതെ വിശുദ്ധീകരണമില്ല. എല്ലാവർക്കും ഉണ്ടാകുന്ന സഹനം നിങ്ങൾക്കുണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. ഹെബ്രായർ 12. എല്ലാവർക്കും ഉണ്ടാകുന്ന സഹനം നിങ്ങൾക്കുണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. ദൈവം തൻ്റെ മക്കളെ പ്രഹരിക്കുന്നു. ഒരച്ഛൻ ഒരു കൊച്ചടിയൊക്കെ കൊടുത്ത് കുഞ്ഞിനെ നന്നാക്കി എടുക്കുന്നില്ലേ എന്ന് പറയുന്നത് പോലെയാണ് എന്ത്? സഹനം. സഹനം പഴയ നിയമത്തിൽ എന്താണ്? ആദിമ മനുഷ്യൻ്റെ പാപം മുഖാന്തരം അവനെന്തുണ്ടായി? സഹനമുണ്ടായി. പാപം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ ഏതും തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ട് മുൾച്ചെടികളും ഒക്കെ ഉള്ള പാടത്തിലോട്ട് പണിയാൻ വിട്ടില്ലേ ദൈവം? അപ്പോൾ പാപത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് എന്ത്? സഹനം. പാപം ചെയ്യുമ്പോൾ എന്തു വരും? സഹനം വരും. പക്ഷേ രക്ഷാകരമായ സഹനം വേറെയാണ്. നമ്മുടെ അച്ചടക്കമില്ലായ്മ കൊണ്ട് നമുക്ക് സഹനം വരും. നമ്മുടെ പാപം കൊണ്ട് നമുക്ക് എന്തോ വരും? സഹനം വരും. അപ്പോൾ പാപം പെരുകിയപ്പം ദൈവം എന്തയച്ചു? പ്രളയം അയച്ചു. സഹനം. അപ്പോൾ പാപം പെരുകുമ്പോൾ സഹനമുണ്ട്. റെഡി? അപ്പം പക്ഷെ അതിലുപരിയായ വേറൊരു സഹനമാണ് സഹനദാസൻ. ദൈവത്തിൻ്റെ സഹിക്കുന്ന ദാസൻ. ആരാത്? യേശുവിനെ പറ്റി ഒത്തിരി പ്രവചനങ്ങൾ, യേശയ്യ, ജെറമ്യ പ്രവചനങ്ങളിലെല്ലാം നമ്മൾ കാണും. സഹനദാസൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അവനെ നോക്കിയവർ മുഖം തിരിച്ച് കളഞ്ഞു. യേശയ്യ 42, യേശയ്യ 43, 4, 5. നമ്മുടെ വേദനകളാണ് അവൻ സഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അവൻ്റെ മേലുള്ള ശിക്ഷ നമ്മൾക്ക് എന്തായി? രക്ഷയായി. അവൻ്റെ മുറിവിനാൽ നാം എന്തായി? സൗഖ്യമുള്ളവരായി. അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരായി. ഇത് എവിടെ കാണുന്നത്? നമ്മൾ യേശയ്യ 53, 5. യേശുവിൻ്റെ സഹനത്തെ പറ്റിയാണ്. അപ്പോൾ ഇനി പുതിയ നിയമത്തിലോട്ട് വന്നാലോ? പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ജനനം മുതലേ എന്താണ്? സഹനമാണ്. ജനനം മുതൽ സഹനമുണ്ടോ യേശുവിന്? അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ ഇരുന്ന് എന്തോ ഒരു യാത്രയാണ് മറിയം നടത്തിയത്. സുഖമായിരുന്നോ യേശുവിന് വയറിനകത്ത്? അല്ല. അത് കഴിഞ്ഞോ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുക. അപ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെടണം. യേശുവും യോസേപ്പ് പിതാവും ഉണ്ണി ഈശോയും കൂടെ സഹനമല്ലേ? യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് എന്തുമായിരുന്നു? സഹനമായിരുന്നോ? നിറച്ച സഹനം. യേശുവിനെ പറ്റി ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. അതായത് ഒരു മരത്തെ പോയി കെട്ടിപ്പിടിച്ച് മാതാവ് നോക്കിയപ്പോൾ യേശുവിനെ കാണുന്നില്ല. അവസാനം നോക്കിയപ്പോൾ എന്തുവാ? ഒരു മരത്തെ പോയി കെട്ടിപ്പിടിച്ച് കിടക്കുക. ഉണ്ണി ഈശോ. ഏതാ ആ മരം? ഭാവിയിൽ കുരിശുണ്ടാക്കാനുള്ള മരം. ആ മരത്തെ പോയി യേശു കെട്ടിപ്പിടിച്ച് കിടക്കുന്നതായിട്ട് ഒരു സ്റ്റോറി ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ്? യേശു രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുക. സഹനമാണോ അത്? രാത്രി ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കുന്ന സഹനമാണോ? അല്ലേ? ആണ്.
ഉപവസിച്ച് പ്രാർത്ഥിക്കുക. 40 പകലും 40 രാത്രിയും ഉപവസിച്ച് പ്രാർത്ഥിക്കുക. സഹനമാണോ? ആണ്. അപ്പോൾ യേശു സഹനത്തിലൂടെ കടന്നു വന്ന്. അപ്പം എന്തുകൊണ്ട്? പാപത്തിലൂടെ സഹനം വരാം, നമ്മുടെ അച്ചടക്കമില്ലായ്മയിലൂടെ സഹനം വരാം. മൂന്നാമത്തെ സഹനം രക്ഷാകരമായ സഹനം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സഹനം ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യുക? സ്വന്തം ഇഷ്ടത്തോടുകൂടെ സഹനം യേശു ചോദിച്ചു വാങ്ങി. സഹനത്തിൻ്റെ തൻ്റെ വേദനകളെ ദൂരീകരിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച പൗലോസ്ലീഹാ ലഭിച്ച മറുപടിയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. സഹനം മാറ്റാൻ വേണ്ടി പൗലോസ്ലീഹാ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്ത് പറയുക? ആ സഹനം അവിടെ ഇരിക്കട്ടെ, എൻ്റെ കൃപ മതി നിനക്ക്, എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് നീ ശക്തി പ്രാപിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുക? ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെപ്പറ്റി പ്രസംഗിക്കുമെന്ന് വിശുദ്ധ പൗലോസ്ലീഹാ. ഇനി നമ്മൾ മറ്റുള്ളവരുടെ സഹനത്തിൽ പങ്കാളികളാകുന്നത് എന്താണ്? ക്രൈസ്തവ സാക്ഷ്യമാണ്. മറ്റുള്ളവരെ പാവപ്പെട്ട ആളുകളെ സപ്പോർട്ട് ചെയ്യുക. സ്വർഗത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായി. എന്തുവാ? മത്തായി എഴുതിയ സുവിശേഷം 25. നിങ്ങൾ ഉടുപ്പ് കൊടുത്തോ? നിങ്ങൾ ഫുഡ് കൊടുത്തോ? നിങ്ങൾ വെള്ളം കൊടുത്തോ? രോഗികളെ സന്ദർശിച്ചോ? ജയിൽ പുള്ളികളെ സന്ദർശിച്ചോ? ഇതൊക്കെ സുഖമുള്ള പരിപാടിയാണോ? നമുക്ക് 4 ഉടുപ്പുണ്ട്, അതിൽ 2 ഉടുപ്പ് ഒരു പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക. സുഖമാണോ ദുഃഖമാണോ? ദുഃഖം. സഹനമുണ്ട് അതിനകത്ത് വേദനയുണ്ട്. അപ്പോൾ ഇനി പഴയതുപോലെ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റുമോ? എപ്പോഴും 2 ഷർട്ട് എന്ത് ചെയ്യണം? മാറി തിരിഞ്ഞു വിടണം. സഹനമുണ്ട്. അപ്പോൾ ഈ പങ്കുവെക്കലിലെല്ലാം കാണുന്നത് ക്രൈസ്തവ സഹനമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ ആളുകൾ ക്രിസ്ത്യാനികളായിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ മാറിയത്? മനുഷ്യരുടെ ഈ സ്നേഹവും പങ്കുവെക്കലും സഹനവും ഒക്കെ കണ്ടാണ് എന്ത് ചെയ്തത്? ആളുകൾ ക്രിസ്ത്യാനികളായിട്ട് മാറി. ഈയിടെ 21 പേരെ കഴുത്തറുത്ത് കൊന്നില്ലേ? ഈയിടെ 21 പേരെ തീവ്രവാദികൾ കഴുത്തറുത്ത് കൊന്നു. 21 പേരെ കഴുത്തറുത്ത് കൊന്നു. അതിൽ 20 പേര് ക്രിസ്ത്യാനികളായിരുന്നു കേട്ടോ. 20 പേര്. 21ാമത്തെ ആളോ? 21ാമത്തെ ആൾ ആരല്ല? ക്രിസ്ത്യാനി ആയിരുന്നില്ല. 21ാമത്തെ ആൾ. പക്ഷേ 20 പേരെയും കൊല്ലുന്നത് കണ്ട് അവർ പ്രാർത്ഥനയോടുകൂടെ ആ മരണം ഏറ്റെടുക്കുന്നത് കണ്ട് 21ാമത്തെ ആളെന്തോ പറഞ്ഞു? ഇവരുടെ ദൈവം തന്നെയാണ് എൻ്റെയും ദൈവമെന്ന് പറഞ്ഞ് 21ാമത്തെ ആളും എന്തായി? രക്തസാക്ഷിയായി. മക്കളെ, 21ാമത്തെ ആളും രക്തസാക്ഷിയായി. ഇതാണ് ക്രൈസ്തവ സഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം. അപ്പം നമ്മൾ സഹിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പൈസ ചിലവാക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്കെല്ലാം പങ്കുവെക്കുകയൊക്കെ ചെയ്യുമ്പം എന്തുവാ വളരുന്നത്? യേശു, സഭ, യേശു സാക്ഷ്യം, ക്രൈസ്തവ സാക്ഷ്യം, സുവിശേഷം വളരും. മറ്റുള്ളവരെന്താവും? ക്രിസ്ത്യാനികളായി മാറും. യേശുവിനെ സ്വീകരിക്കും. യേശുവിനെ സ്വീകരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എന്താണ് യേശുവിൻ്റെ ഇതെന്താണ്? സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കുക. അതാണ് യേശുവിൻ്റെ പ്രത്യേകത. സ്നേഹത്തിൻ്റെ പ്രിൻസിപ്പിളാണ് യേശുവിൻ്റെ പ്രിൻസിപ്പിൾ. ആരെ സ്നേഹിക്കുക? എല്ലാവരെയും സ്നേഹിക്കുക. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെയും സ്നേഹിക്കുക. നിങ്ങളെ കൊല്ലാൻ വേണ്ടി വരുന്നവരെയും സ്നേഹിക്കുക. നിങ്ങളുടെ ശത്രുക്കളെയും സ്നേഹിക്കുക. ആരെയും എന്ത് ചെയ്യരുത്? വെറുക്കരുത്. സ്നേഹം സമം ദൈവം. 1 യോഹന്നാൻ 4:8, 1 യോഹന്നാൻ 4:16. ദൈവം സമം സ്നേഹം. സ്നേഹിക്കുന്നവൻ എവിടെ? ദൈവത്തിൽ. ദൈവം ആരിൽ? സ്നേഹിക്കുന്നവൻ. അപ്പം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുത്ത് വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം പൂർത്തിയാവുന്നത്. നമ്മൾ ആരായിട്ട് മാറുന്നത്? മറ്റൊരു ക്രിസ്തുവായി മാറുന്നത്. നമ്മൾ സഹനമൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ആരായിട്ട് മാറും? മറ്റൊരു ക്രിസ്തുവായി മാറും. നമ്മുടെ സഹനങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറും. അതാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ദൗത്യം. ക്ലിയർ? താങ്ക് യു.